ഹാപ്പി ബീറ്റ്സ് TV എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിലേക്ക് എടുക്കാം. എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചത് നിങ്ങളോട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ്റെ കാര്യം. ഞാനിതുപോലെ തന്നെ ഇവിടെ ഒരു മോളിൽ പോയതാട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുബായിലാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തിരുത്തി വെള്ളി വീണു. നാട്ടിലൊക്കെ നമ്മൾ പ്രായമായിട്ടുള്ള അമ്മമാരില്ലേ, അവരല്ലേ കൂടുതലും ഇങ്ങനെ ഹെയർ, അതായത് നമ്മൾ എന്താണ് പറയണത്, ഈ മുടി ഇങ്ങനെ കുറവുള്ള അമ്മമാരല്ലേ ഇങ്ങനെ മുടി കൂടുതൽ വെക്കുക. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോരായിട്ടുള്ള ആൾക്കാർ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ അത്രമാത്രം പോപ്പുലർ ആയ സ്ഥലമാണിത്. നമ്മുടെ നാട്ടിലിപ്പോൾ ഫംഗ്ഷനൊക്കെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. എന്നാൽ കൂടി നമ്മൾ ഇവിടുത്തെ അത്രയും ഇല്ലാന്ന് തോന്നുന്നു നാട്ടിൽ. പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നി. ഇവിടെ എന്ന് വെച്ചാൽ എന്തൊരു റേറ്റാണ്, നല്ല അടിപൊളി നല്ല ഒറിജിനൽ ഹെയർ ഇല്ലേ, അങ്ങനത്തെ ഹെയർ തന്നെ കിട്ടുകയും ചെയ്യണത്. അപ്പം ഇങ്ങനെ അമ്മമാർക്ക് കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇതുപോലെ നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ഹെയറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ആരെങ്കിലും നാട്ടിൽ വരണമെങ്കിൽ അവരോട് പറഞ്ഞോളൂ കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം ഞാനും അങ്ങനെ എനിക്കൊരു രസത്തിന് നിങ്ങളെ കാണുകയും വെച്ച് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് സംഭവം, കണ്ടോ? കണ്ടടേ, എന്തൊരു ഭംഗിയാണെന്നറിയത് കാണാനായിട്ട്. നിങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ മനസ്സിലാവുള്ളൂ. നമുക്കിത് നോർമൽ ഹെയർ പോലെ തന്നെ ഇരിക്കണത് നമുക്കിത് കോംബ് ചെയ്ത് ഇങ്ങനെ ഇടാം, നമുക്ക് ഷാമ്പൂ ചെയ്ത് വാഷ് ചെയ്യാം. അത്ര നല്ല ഹെയർ ആണ് കണ്ടോ. ഇതുപോലെയാണ് ഇതിപ്പോൾ ഇരിക്കണത്, നമ്മൾ നോർമൽ ഹെയർ പോലെ. ഇപ്പം ഹെയറിന് കളർ കൊടുത്തവർക്കൊക്കെ ഇത് കറക്റ്റ് സ്യൂട്ടാവും. എൻ്റെ നല്ല ബ്ലാക്ക് ഹെയർ ആണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഇതൊരു മെറൂൺ ഷെയ്ഡും പിന്നെ ഗോൾഡൻ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണിത്. പക്ഷേ വണ്ടർഫുൾ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വാങ്ങിച്ചതാണ്. ഇവിടെ കണ്ടോ, ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇത് ഇങ്ങനൊരു സംഭവം ഉള്ളത് ഉണ്ടോ. പിന്നെ അത് കൂടാണ്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിലിങ്ങനെ നമുക്ക് നമ്മുടെ ഹെയറിൽ ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ക്ലിപ്പുകളും ഇതിനകത്ത് കുറേ ക്ലിപ്സ് കണ്ടോ, ഇതിൽ കുറേ 4-5 ക്ലിപ്പ് ഉണ്ട്. അത് നമ്മുടെ ഹെയറായിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ കല്യാണം വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. നല്ല അതെ ഇങ്ങനെ എൻ്റെ അടി കിടക്കും, എന്ത് രസമാണെന്നറിയോ, നല്ല ഭംഗിയാണ്. ഞാനത് വെച്ച് കാണിച്ചു തരട്ടെ. സിമ്പിളായിട്ട് നമുക്ക് വെക്കുകയും ചെയ്യാം. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് നമ്മളൊന്ന് നന്നായിട്ട് ഈരി ഒന്ന് ഒരു പോണി സ്റ്റൈല് കെട്ടണ തന്നെയായിരിക്കും കുറച്ചുകൂടി ഭംഗി. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോണി കുറച്ച് മോഡേണായിട്ട് നമ്മൾ മുമ്പശം കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുക. സാരിയുടെ കൂടെയൊക്കെ നല്ലതായിരിക്കും. മോഡേൺ വിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. കുറച്ച് സ്ലൈഡൊക്കെ വേണമെന്നേ ഉള്ളൂ. വേറെ ആരും ഇല്ലല്ലോ എനിക്ക് ചെയ്ത് കാണിക്കാൻ, ഫ്രണ്ട്സൊക്കെ കേൾക്കേണ്ട ഇങ്ങനെ ഓടിക്കും. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഒന്ന് പൊക്കി കെട്ടി കണ്ടോ, ജസ്റ്റ് ഒന്ന് ഒരു മോഡേൺ ലുക്കിന് വേണ്ടി പൊക്കി കെട്ടി നമുക്ക് ഇവിടുന്ന് കുറച്ചെടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാം. വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് 2 സൈഡൊന്നും ഇടാം. ബാക്കി നമുക്കെടുത്ത് വീണ്ടും എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാർട്ടൂൺ ഏതാണെന്നറിയോ, അത് പോണിയാണ് കേട്ടോ. ഇപ്പോൾ പോണിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കിതിങ്ങനെ പൊക്കി ഹൈറ്റിൽ നമുക്ക് കെട്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് അമ്മച്ചിമാരുടെ കെട്ടണ കണക്ക് റൗണ്ടിലാക്കി ഇങ്ങനെ ഉണ്ട കണക്കത് കണ്ടോ, ഇങ്ങനെ കെട്ടാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചിടുകയും ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇത് എടുത്തതിന് ശേഷം ഇത് നമ്മളിങ്ങനെ ഇത് തന്നെ തുറക്കാം. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. കണ്ടോ, ഇതിൽ സ്ലൈഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് വേണമെന്ന് ആദ്യം ഈ സ്ലൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്തിട്ടും വെക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ അങ്ങനെ അത് പ്രസ് ആയിരുന്നോളും.
അതിന് ശേഷം നല്ലോണം ഒന്ന് കോംബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നമുക്കിത് നല്ല ഹൈറ്റിൽ നമുക്ക് ഇങ്ങനെ കെട്ടാം, വെറുതെ നമുക്കിങ്ങനെ അഴിച്ചിടാം. അതുപോലെ തന്നെ സാരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഫ്രണ്ടിലേക്ക് ഇടാം. കണ്ടോ? ഇങ്ങനെയൊക്കെ ഇടാം. നല്ല രസമില്ലേ? അപ്പോൾ ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇത് പറഞ്ഞൊന്നും പോത്തൊന്നുമില്ല. നമ്മളുടെ ഹിന്ദി സ്റ്റാർസും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ നമുക്കിത് മുടി മുഴുവൻ ഇങ്ങനെ ഏറിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഫിക്സ് ചെയ്യാം അറിയാത്ത രീതിയിൽ. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഇപ്പോൾ കളറ് ഇതുമായിട്ട് മാച്ചിങ് ഉള്ള ഹെയറാണ്. നല്ല ഇപ്പം ഈ സെയിം കളർ ഹെയർ ആണ് എൻ്റെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ ഇത് മനസ്സിലാവില്ല. ഇപ്പം നൈറ്റിലൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിലാവില്ല. നമുക്കിത് യൂസ് ചെയ്യാം. നല്ല ഇപ്പോൾ ഹെയർ ഇച്ചിരി കുറവുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. എനിക്ക് കുറവാണെന്നുള്ള സങ്കടമുള്ളവർക്ക് യൂസ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ജസ്റ്റ് റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് നമ്മൾ ഹെയർ ഇതിൻ്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ ഇടാം. ജസ്റ്റ് ഒരു ക്ലിപ്പോ കുന്തനോ എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് യൂസ് ചെയ്താലും നല്ല ഭംഗിയായാലും കാണാനായിട്ട് വെറുതെ ഇങ്ങനെ സൈഡിൽ കൂടെ നമുക്കിത് ഇങ്ങനെ വെറുതെ ഇടാം. നമുക്ക് നല്ല ജുമുക്ക കമ്മലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഞാൻ ജുമുക്ക കമ്മൽ ഇട്ട് കാണിച്ചു തരാവേ. ഈ ടീഷർട്ടും ജുമുക്കയുടെ മാച്ചാവെന്ന് എനിക്കറിയില്ല, എന്നാലും ഈ കമ്മലിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ്, അല്ല സോറി, ഈ മുടിയുടെ ഭംഗി നിങ്ങളെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് മുടി വെറുതെ ഇങ്ങനെ ഇട്ട് ഒരു വേറെ ഇതൊക്കെ കിട്ടുമല്ലോ, നമ്മുടെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലേ. ജസ്റ്റ് ഇതും കൂടെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല രസമുണ്ടാവും കേട്ടോ. എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല, നല്ല ഭംഗിയാണ്, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടും, നല്ല രസം ഉണ്ടാവും. കണ്ടോ? ഈ ഒരു രീതിയിൽ നമുക്കിത് ഇടാവുന്നതാണ്. ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇത് റോൾ ചെയ്യാം. റോൾ ചെയ്ത ശേഷം ഇങ്ങനെ നമുക്ക് കെട്ടിയിട്ട് സ്ലൈഡ് കുത്തി വെക്കുക. കുത്തിയിട്ട് നമുക്ക് റോൾ ചെയ്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് ബീഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി നെക്സ്റ്റ് ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നത്, നമുക്കിത് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് പിന്നി ഇടാവുന്നതാണ്. നേരത്തെ കാണിച്ച പോലെ മുമ്പോട്ടിട്ടിട്ട് നേരത്തെ റോൾ ചെയ്ത് കാണിച്ചില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് പിന്നി ഇടുകയും ചെയ്യാം. കുറച്ചൊന്ന് ഇതാക്കിയിട്ടാൽ മതി. അതിനുശേഷം നമുക്കിങ്ങനെ പിന്നിടുകയാണെന്നുണ്ടെങ്കിലും അതിനും നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ഹെയറിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ ഹെയർ എക്സ്റ്റൻഷൻ്റെ ഒക്കെ ഇഷ്ടംമാതിരിയുണ്ട്. ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് നമ്മുടെ ഹെയർ ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പും ലോങ് ഹെയറും ഒക്കെ അവൈലബിൾ ആണ്. ഇനി മുടി ഒട്ടും ഇല്ല, അതായത് ലോങ് ഹെയർ അല്ലെന്നൊക്കെയുള്ള സങ്കടമുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ട്രൈ ചെയ്ത് ഇഷ്ടമായി. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റൊരു പുതുമയാർന്ന വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.